കൊന്നിച്ചോ മീനസാൻ മിസ്റ്റ് മൈറ്റ് മഹയത്തിന്റെ സീസൺ 1 എപ്പിസോഡ് 11 എല്ലാവർക്കും സ്വാഗതം. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. കാര്യം നിങ്ങളുടെ ഓരോ സപ്പോർട്ടും അത്രത്തോളം പ്രചോദനമാണ് എനിക്ക് നൽകുന്നത്. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങുന്നിടത്ത് ജിയോങ്ങട്ടെ ഒന്ന് ഞെട്ടിത്തെറിച്ചു പോയി. എന്നാൽ അടുത്ത സെക്കൻഡ് അവന് നന്നായിട്ട് തന്നെ ദേഷ്യം വന്നു. അവൻ ആ സെക്കൻഡിൽ തന്നെ അവളെ തുറച്ചു നോക്കി. ബ്ലൂ സ്പിരിറ്റ്. പിന്നെ കാണുന്നത് അവർ രണ്ടുപേരും അതീവ ദേഷ്യത്തോടെ അവളുടെ നേരെ ചെല്ലുന്നതാണ്. നാശമെന്നും പറഞ്ഞ് അവളുടെ ഒരു അറ്റാക്ക് കൂടെ അങ്ങോട്ട് ചെയ്തു. പെട്ടെന്ന് തന്റെ റിച്വൽ ഓഫ് അറ്റാച്ച്മെന്റ് യൂസ് ചെയ്ത് മറ്റ് ഭാഗങ്ങളിലേക്ക് ചെല്ലേണ്ട എല്ലാ അറ്റാക്സും അവൻ വലിച്ച് അവന്റെ കയ്യിലേക്ക് തറച്ച് കയറ്റി. ഈ സമയത്ത് അവളൊന്ന് ഞെട്ടുകയും ചെയ്തു. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ ചെയ്തത്. പെട്ടെന്നായിരുന്നു നമ്മുടെ ബ്ലൂ സ്പിരിറ്റിന്റെ ആ ഒരു അറ്റാക്ക് അവളുടെ ശരീരത്തിന് പുറകിൽ വന്ന് പതിച്ചത്. എന്നിട്ട് അവളെ വലിച്ചു നേരെ ബാക്കിലേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് ബ്ലൂ സ്പിരിറ്റ് പറയുകയും ചെയ്യും, ഞാനിപ്പം മര്യാദക്ക് നിൽക്കുന്ന സമയത്ത് മരിക്കുന്നതാണ് നല്ലത്. പെട്ടെന്ന് അവൾ പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. കാര്യം അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നുള്ള ഒരു ഇത് അവൾക്ക് മനസ്സിലാകുന്നില്ല. അല്ല ഇത് ഇതേ സമയം ബ്ലൂ സ്പിരിറ്റ് അവളെ കംപ്ലീറ്റ്ലി അവളുടെ ഡൊമൈനിലേക്ക് അവളെ എത്തിച്ചിരുന്നു. പെട്ടെന്നാണ് അവൾ ഞെട്ടിത്തെറിച്ചു പോയത്. കാര്യം അവളുടെ തൊട്ട് മുമ്പിൽ ജിയോങ് നിപ്പുണ്ടായിരുന്നു. അവൻ പറയുകയും ചെയ്തു, ഞാൻ പറഞ്ഞതല്ലേ നീ ചെയ്തത് ഒരു ബാഡ് മൂവ് ആണെന്ന്. ഇതേ സമയം ഒന്നും ചെയ്യാൻ പറ്റാത്ത ബ്ലൂ സ്പിരിറ്റിന്റെ കയ്യിൽ അവൾ അകപ്പെട്ട് പോയിരുന്നു. അധികം നേരമൊന്നും വേണ്ടി വന്നില്ല, അവളെ അങ്ങോട്ട് ബ്ലൂ സ്പിരിറ്റ് നിസ്സാരമായി കൊന്നുകളഞ്ഞു. അങ്ങനെ അവൾ മരിച്ചു നേരെ നിലത്തേക്ക് വീണു. അവൻ കുറച്ചു നേരം അവിടെ അനങ്ങാതെ നിന്നു. ഈ സമയത്ത് നമ്മുടെ ഗോച്ചാങ്ങട്ടെ ചുമക്കുന്നുണ്ടായിരുന്നു. പതുക്കെ അവൻ ഗോച്ചാങ്ങിന്റെ നേരെ നടന്നു ചെന്നു. എന്നിട്ട് അവന്റെ കൂടെ ചെന്ന് ഇരിക്കുകയും ചെയ്തു. ഈ സമയത്ത് ഗോച്ചാൻ അവന്റെ ജീവന് വേണ്ടി അവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ആ ടൈമിലാണ് ജിയോങ് പറയുന്നത്, ഇത് ശരിക്കും ഞാൻ വിചാരിച്ചത് നമ്മൾ കുറച്ചു നേരം കൂടെ ഒരുമിച്ച് കാണുമെന്നാണ്. നീ നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്? ഞാനൊരു ഗാർഡാണ്. ഞാൻ എൻ്റെ ഡ്യൂട്ടി ഞാൻ ഫുൾഫിൽ ചെയ്തു. അതിലുപരി നീ എന്നെ നീ എന്നെ രക്ഷിക്കാനായിട്ട് നോക്കി. എനിക്ക് നിന്നെ ബിട്രേ ചെയ്യാൻ ഉള്ളത് പറഞ്ഞ നീ നീ മാത്രമാണ്. നീ നീ ഒരാൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ അബാൻഡൻ ചെയ്യാഞ്ഞത്. അതുകൊണ്ട് ഏറ്റവും അവസാനം എൻ്റെ എൻ്റെ കൂടെ നിന്നത്, എന്നെ ഒറ്റപ്പെടുത്താതിനും അത് നീയാണ്. എനിക്ക് എനിക്ക് സന്തോഷമുള്ളെന്നും പറഞ്ഞുകൊണ്ട് ഗോച്ചാനട്ടെ അവിടെ മരണപ്പെടുവാണ്. അതും ചിരിച്ചുകൊണ്ട് തന്നെ. ജിയോങ്ങിന് എന്ത് പറയണമെന്നോ ഒന്നും തന്നെ അറിഞ്ഞൂടാ. കുറച്ച് സമയത്ത് ഗോച്ചന്റെ കൂടെ തന്നെ അവനവിടെ ഇരുന്നു. അല്ല, അവൻ മരിച്ചില്ലേ? തിരിഞ്ഞു നോക്കാൻ നേരത്ത് അതാ പെണ്ണായിരുന്നു. നീ അവളെ കഴിച്ചോ? കുഴപ്പമൊന്നുമില്ല. ഇത്ര സുന്ദരമായൊരു ശരീരം കിട്ടാൻ നേരത്ത് ഞാൻ പിന്നെ എങ്ങനെയാണ് വേണ്ടെന്ന്. പെട്ടെന്നാണ് അവളുടെ ശരീരത്തിലേക്ക് ആ ഒരു ഞെരുമ്പ് പിടക്കാനിട്ട് തുടങ്ങിയത്. നാശം, ഈ ബോഡിയും കൊള്ളത്തില്ല. അധികം നേരം എനിക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇത് ശരിക്കും അവൻ അങ്ങനെ മരിക്കേണ്ടവനല്ലായിരുന്നു. അതിലുപരി അവനൊരു വെഞ്ചൻസ്ഫുൾ സ്പിരിറ്റും ആയില്ല. അതിനർത്ഥം അവന്റെ ലൈഫിൽ വലിയ റിഗ്രറ്റ്സ് ഒന്നും കാണത്തില്ല. മേ ബി അവന്റെ മരണം അവൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഈ സമയത്ത് ജിയോങ്ങിന് എന്ത് പറയണമെന്നോ ഒന്നും തന്നെ അറിഞ്ഞൂടാ. കുറച്ചു നേരം ആലോചിച്ചിട്ട് അവൻ പറയുകയും ചെയ്യും, ആ ഒരു 6% സ്പിരിറ്റ് സമ്മണിങ് ടെക്നിക്കില്ലേ, അത് പ്രകാരം എന്ത് ഒരു വെഞ്ചൻസ്ഫുൾ സ്പിരിറ്റ് ജനിക്കുന്നത് അത്രത്തോളം വെറുപ്പുണ്ടാകുന്നതുകൊണ്ട് മാത്രമല്ല, അതിനു പകരം അത്രത്തോളം ഡെത്ത് ക്യൂ ഉള്ള ഒരു സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടാലും അവർക്ക് ആ ഒരു റിഗ്രറ്റ്സ് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ കോർന്ന് പറഞ്ഞത് കംപ്ലീറ്റ്ലി ഡെത്ത് ക്യൂ ആയതുകൊണ്ട് പെട്ടെന്ന് അവളൊന്ന് ഞെട്ടി. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ. അതിനുശേഷം അവൻ കുറച്ചധികം മന്ത്രം പറഞ്ഞുകൊണ്ട് പല പല കാര്യങ്ങളും ചെയ്യാനായിട്ട് തുടങ്ങി. അല്ല, അത് വർക്കൗട്ട് ആവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കാര്യം പക്ഷേ അവൻ അതൊന്നും തന്നെ മൈൻഡില്ല. പല രീതിയിൽ അവൻ മന്ത്രം ജപിക്കാൻ അവൻ കംപ്ലീറ്റ്ലി സീരിയസ് ആയിരുന്നു. ഈ സമയത്ത് ഗാഡ് ഗോച്ചാന്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഒരു പ്രകാശം നേരെ മുകളിലേക്ക് ഉയർന്നു. ആ ഒരു മന്ത്രത്തിന്റെ പവർ കൂടിയപ്പോഴേക്കും അതിന്റെ ആ ഒരു ഗാഠതയും കൂടി വന്നു. പിന്നെ കാണുന്നത് അവന്റെ തൊട്ട് മുമ്പിൽ ചെറിയൊരു മാർബിൾ പോലത്തെ ഒരു കഷ്ണമാണ്. അതിൻ്റെ അകത്തുനിന്ന് ഒരു റെഡ് ത്രെഡും പുറത്തേക്ക് വന്നു. അല്ല, നീ അത് ചെയ്തു. അതിലുപരി ഒരു ഒരു ഫെമിലിയർ സ്പിരിറ്റോ? മേ ബി നിന്റെ ഓൺ ഡെത്തിക്കുകയോ ആയതുകൊണ്ടായിരിക്കും അവൻ നിന്റെ ഫെമിലിയർ സ്പിരിറ്റ് ആയത്. അല്ല, പക്ഷെ അവൻ ശരിക്കും വീക്കാണ്. ഇങ്ങനെയാണെങ്കിൽ അവൻ വീണ്ടും ഡിസപ്പിയർ ആകും. അവനൊരു വെസലിനെ ആവശ്യമുണ്ട്. എങ്കിൽ പിന്നെ നമ്മൾ ഒരെണ്ണത്തിനെ കണ്ടെത്തും. അതുകൊള്ളാം. ഇപ്പോൾ എവിടുന്ന് ഒരെണ്ണത്തിനെ കണ്ടെത്താനാണ്? അതുമല്ല, ഒരെണ്ണം. പെട്ടെന്നാണ് അവൾ, അതായത് ബ്ലൂ സ്പിരിറ്റ്, ഞെട്ടിത്തെറിച്ചു പോയത്. അല്ല,
നീ ഇനി എങ്ങാനും. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗാഡ് ഗോച്ചാനെയാണ്. അവനാട്ടെ ആഴത്തിലേക്ക് മുങ്ങി താഴുകയാണ്. അല്ല, ഞാൻ മരിച്ചോ? എൻ്റെ കോൺഷ്യസ് പതുക്കെ ഫെയ്ഡായി പോകുന്നുണ്ട്. എൻ്റെ ശരീരത്ത് ഒരു തുള്ളി പവർ പോലുമില്ല. പക്ഷേ ഞാൻ എന്താണ് കുറച്ചുകൂടെ ട്രൈ ചെയ്യാഞ്ഞത് ഗാഡ്? ഹേ, കുഴപ്പമില്ലായിരുന്നല്ലേ? ഇതത്ര ഗാഡ് ഗോച്ചാൻ. അല്ല, ആരെങ്കിലും എന്നെ വിളിച്ചോ? ഞാൻ ആരുടെ ശബ്ദം കേട്ട പോലെ ഗാഡ് ഗോച്ചാൻ. പെട്ടെന്ന് അവൻ ഞെട്ടി എണീറ്റു. അല്ല, ഞാനിപ്പോൾ എങ്ങനെയാണ് ജീവനോടെ ഇരിക്കുന്നത്? ഗാഡ് ഗോച്ചാൻ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ എൻ്റെ ഡെത്ത് ക്യൂയെ യൂസ് ചെയ്ത് നിന്റെ സോളിനെ ഇവിടെ തന്നെ പിടിച്ചു വെച്ചു. അതിലുപരി നീ ഇപ്പോൾ എൻ്റെ ഫെമിലിയർ സ്പിരിറ്റ് ആയിട്ട് മാറി. നിന്നെ എക്സ്ട്രാക്ട് ചെയ്തപ്പോൾ നിന്റെ എനർജി ശരിക്കും വീക്കായിരുന്നു. നീ ഡിസപ്പിയർ ആകേണ്ട ആ ഒരു വക്കത്ത് എത്തി. അതുകൊണ്ട്. അല്ല, നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഇവിടെ അടുത്തുള്ള ഒരു ബോഡിയിലേക്ക് നിന്റെ ആത്മാവിനെ ഞാൻ മാറ്റുകയാണ് ഉണ്ടായത്. എന്ത്? സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരേ ഒരു ബോഡിയെ ഉണ്ടായിരുന്നുള്ളൂ. സോ ഞാൻ നിന്നെ ആ ഒരു അസാസിന്റെ ബോഡിയിലേക്കാണ് ആക്കിയത്. ഏ, ഏ, നീ എന്താണ് ഈ പറയുന്നത്? പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗാഡ് ഗോച്ചാനായിട്ട് ആ ഒരു പെണ്ണിന്റെ ശരീരത്ത് കേറിയതാണ്. പ്ലീസ് എന്നെ വെറുതെ വിടൂ. എനിക്ക് ഈ ബോഡി വേണ്ട. എനിക്കൊരു പെണ്ണിന്റെ ബോഡി വേണ്ട. അങ്ങനെയാണെങ്കിൽ നീ നിന്നെ തന്നെ കൊന്നു കളഞ്ഞേക്ക്, അല്ലെങ്കിൽ വേറൊരു ബോഡി കൊണ്ടുപോവാ. എന്തായാലും ആ പെണ്ണ് മരിക്കുമെന്ന് അതുറപ്പാണ്. നാശം നാശം, ഇങ്ങനെ മാറിയത്. ഇവളെങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു അസാസിൻസിലുള്ള എല്ലാവരും എൻ്റെ പുറകെ വരും. അങ്ങനെയാണെങ്കിൽ സെറ്റിൽ ലീഡറും ബാക്കിയുള്ള എല്ലാവരും അപകടത്തിൽപ്പെടും. ഞാൻ എന്ത് ചെയ്യും? നീ ശരിക്കും ലക്കിയാണ്. പെട്ടെന്ന് അവളത് ഞെട്ടി. അല്ല, അതാരാണ്? അപ്പോഴാണ് അവൻ ആ രൂപം കണ്ട് പേടിച്ച് വിറച്ചു പോയത്. അവനൊരു വാക്ക് പോലും പുറത്തേക്ക് പറയാൻ പറ്റിയില്ല. എനിക്ക് ഇവിടെ ആരാണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അത് അതൊരു ഗോസ്റ്റ് തന്നെയാണ്. എനിക്ക് ഡെഫിനറ്റ്ലി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ കാണുന്ന ഈ ഇലൂഷൻ എന്ന് പറയുന്നത് കണ്ണെത്താ ദൂരത്തോളം കടലാണ്. അത് രക്തത്തിന്റെ കടൽ. കാണിച്ചു തരുന്നത് ഞങ്ങളുടെ സ്ട്രെങ്തിന്റെ ഡിഫറൻസ് ആണ്. ഇവന്റെ കൂടെ ഇത്ര നാള് ഈ ഒരു പ്രേതമുണ്ടായിരുന്നല്ലേ? ഇവൻ ശരിക്കും. അല്ല, നീ എന്താണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? നിനക്ക് നല്ലൊരു ബോഡി കിട്ടിയല്ലേ, അപ്പോ ഹാപ്പി അല്ല കണ്ട. പക്ഷെ ഞാനൊരു ആണല്ലേ. ഓ, നീ ഇപ്പോഴും ജീവനോടെ ഇരിപ്പില്ലേ? അത് തന്നെ വലിയ കാര്യം. അതിനു പുറമെ നിനക്ക് പീക്ക് റേറ്റിലെ ഒരു മാർഷൽ ആർട്ടിന്റെ ശരീരമാണ് കിട്ടിയത്. നീ വേറെ ഒരു സെക്കൻഡ് റേറ്റുള്ള മാർഷൽ ആർട്ടിസ്റ്റ് ആണെന്നുള്ള കാര്യം മറക്കണ്ട. എങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? പെട്ടെന്ന് അവനൊന്ന് ഞെട്ടി. അടുത്ത സെക്കൻഡിലാണ് ഒരു കാല് അവന്റെ നേരെ വന്നത്. അവനാട്ടെ അത് ഡോഡ്ജ് ചെയ്യുന്നുമുണ്ട്. അല്ല സാർ, എന്താണ് താങ്കൾ ചെയ്യുന്നത്? ശരിയാണ്, നീ ശരിക്കും ഡിഫറെന്റ് ആണ്. പറഞ്ഞതുപോലെ ആ ഒരു മൂവ്മെന്റ് അത് കംപ്ലീറ്റ്ലി നാച്ചുറൽ ആയിട്ട് തന്നെ. സോ ഈ ഒരു ബോഡി. ഹോ, ഇപ്പൊ നീ സാറ്റിസ്ഫൈഡ് ആയോ? അല്ല, എങ്കിലും എനിക്കൊരു ആണായിട്ട് മാറണം. ഒറ്റക്ക് കിട്ടാൻ നേരത്ത് നീ നിന്നെ തന്നെ കാണാൻ സന്തോഷിച്ചോളൂ. പിന്നെ ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? സാറ്റിസ്ഫൈഡ് ആയ അതൊന്നും നോക്കിയൊന്നും വേണ്ട. നമുക്ക് വേറൊരു ബോഡി ഇട്ടാൻ നേരത്ത് നിന്നെ മാറ്റിയ പോരെ. അല്ല, താങ്കൾ ശരിക്കും പറഞ്ഞാണോ? ശരി ശരി. ഈ സമയത്താണ് അവിടേക്ക് ഒരാൾ ഓടി വരുന്നത്. സാർ, താങ്കൾ അകത്തുണ്ടോ? ഞാൻ ബോക് ഹ്യൂമനാണ്, ഇന്നർ മാനറിൽ നിന്ന്. ഒരു കാര്യം പറയാനുണ്ട്. അല്ല, എന്ത് പറ്റി? സാർ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്തേ? മാനർ മാസ്റ്റർ എഴുന്നേറ്റിരിക്കുന്നു. അത് കേട്ടപ്പോ അവനൊന്ന് ഞെട്ടി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ റിഫ്ലക്ഷനാണ്, ആ ഒരു മന്ത്രവാദീനെ. ന്യൂമൂന്റെ മെമ്മറിൽ നിന്ന് ആ ഒരു മോക്സോഡ് മാനിൽ വെച്ചാണ് ഇതെല്ലാം സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലായി. അതിലുപരി അവനെന്തായാലും ഒരു ഓർഡിനറി അല്ല. പിന്നെ ഇവിടെ കാണുന്ന ഈ ഒരു കാര്യം, അതേസമയം അവരൊരു സ്പിരിറ്റ് മുകളിൽ കൂടെ പറക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സ്പിരിറ്റിന്റെ പുറകിലാട്ടെ നമ്മുടെ ബ്ലൂ സ്പിരിറ്റിന്റെ ഒരു രക്തക്കടൽ തന്നെ കാണാൻ സാധിക്കും. അത് അവളുടെ ടെറിറ്ററി ആയിരുന്നു. എന്റെ ഫെമിലിയർ സ്പിരിറ്റിന്റെ സഹായത്തോടു കൂടി എനിക്ക് അവനെ നിന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ടെറിറ്ററി എന്ന് പറയുന്നത് ഒരു ബാരിയർ പോലെ തന്നെയാണ്. ഞാൻ അവിടേക്ക് ചെല്ലാൻ നേരത്ത് തന്നെ അത് അവൾക്ക് മനസ്സിലാകും. അല്ല, അത് പെട്ടെന്നാണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അല്ല ഡിയർ, താങ്കൾ ഓക്കെ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. സാർ, താങ്കൾ എത്രയും പെട്ടെന്ന് പോകുന്നതാണ്. ഞാൻ പറഞ്ഞില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. അതായിരുന്നു ഫസ്റ്റ് യങ് മാസ്റ്ററുള്ള മോക് യോങ് ഹു. മാനർ മാസ്റ്റർ എഴുന്നേറ്റിട്ടുണ്ട്. അതിലുപരി തങ്ങളെല്ലാവരും വിളിക്കുന്നുമുണ്ട്. പെട്ടെന്ന് അവൻ ഞെട്ടി. അല്ല, മാനർ മാസ്റ്റർ എഴുന്നേറ്റതും ബാക്കിയുള്ളവരെ വിളിക്കുന്നുണ്ടെന്ന്. അതിനർത്ഥം എല്ലാ യങ് മാസ്റ്റേഴ്സും അവിടേക്ക് പോകും. ഇതെന്റെ ചാൻസ് തന്നെയാണ്. അവനെന്തായാലും അവിടേക്ക് പോകാതിരിക്കത്തില്ല. ഈ സമയത്ത് ആ ഒരു സ്പിരിറ്റിനെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്ന് എൻ്റെ ഫെമിലിയർ സ്പിരിറ്റ് യൂസ് ചെയ്ത് അതിനെ കൊല്ലും. എന്നിട്ട് ഞാൻ ഡയറക്റ്റ് ചെന്ന് തന്നെ അവനെ കൊല്ലണം. അല്ല സാർ, എന്ത് പറ്റി? അത് ഞാൻ ആ സന്തോഷ വാർത്ത കേട്ടെ ഞാൻ ഒന്ന് സോണായിട്ട് പോയതാ. കുഴപ്പമില്ല, ഞാൻ ഇപ്പൊ തന്നെ അവിടേക്ക്. ഓക്കെ സാർ. നാശം, ഇതൊട്ടും തന്നെ നല്ലതല്ല. ഈ ഒരു സക്സസറിന്റെ വാറിൻ്റെ അകത്ത് ഞാൻ ഉറപ്പായിട്ടും ഇങ്ങനെ എനിക്ക് പെടാൻ ചാൻസ് ഉണ്ട്. അതിലുപരി ഞാനിപ്പോൾ ആ മാർഷൽ ആർട്സ് പഠിച്ചതേ. പക്ഷേ എങ്കിലും മാനർ മാസ്റ്റർ താങ്കളെ ബാക്കിയുള്ളവരെയൊക്കെ കാണാൻ വേണ്ടി ഇരിക്കുവാണ്. നമുക്കിപ്പോൾ തന്നെ പോയേക്കാം. പക്ഷേ ഇത് ഗോ അല്ല, ഐ മീൻ ചെറിയൻ, നീ ഒരു കാര്യം ചെയ്യ്. നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയേക്ക്. ഞാൻ അവിടേക്ക്
ഈ സമയത്ത് അവന് കാര്യം എന്താണെന്ന് മനസ്സിലായി. കാര്യം അവന്റെ ശവം തൊട്ട് പുറകിൽ കിടപ്പുണ്ടല്ലോ. എന്നിട്ട് ബ്ലൂ സ്പിരിറ്റും ജിയോയും കൂടെ അവിടേക്ക് പോവുകയും ചെയ്യും. അപ്പോഴാണ് അവൾ പറയുന്നത്, ഹുഫ്, അല്ല, ഞാൻ ഒരിക്കലും ആലോചിച്ചില്ലായിരുന്നു എൻ്റെ ശവം തന്നെ ഞാനെടുത്ത് മാറ്റി വെക്കേണ്ടി വരുമെന്ന്. പക്ഷേ ഇത് ശരിക്കും സ്ട്രെയിഞ്ച് ആണ്. അല്ല, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവനൊന്ന് നോക്കുകയും ചെയ്യും. എന്തായാലും വന്ന് അപ്പോൾ ഒന്ന് നോക്കിയേക്കാന്നും പറഞ്ഞ് നോക്കാൻ പോയപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ബ്ലൂ സ്പിരിറ്റ് അവനെ നോക്കി ചിരിച്ചത്. അവനാട്ടെ അവിടെ സ്തംഭിച്ച് അവിടെ നിന്നുപോയി. എന്നിട്ട് ചിരിച്ചുകൊണ്ട് ബ്ലൂ സ്പിരിറ്റ് തിരിച്ച് പോവുകയും ചെയ്യും. നാശം, ചത്താ മതിയിനി. പിന്നെ കാണിക്കുന്നത് അവർ നേരെ മുന്നിലേക്ക് നടക്കുന്നതാണ്. അല്ല, നീ എവിടേക്ക് പോയി? ആ ഒരു പൊട്ടനെ കാണാൻ. പെട്ടെന്നാണ് ജിയോങ് അവനെ ശ്രദ്ധിക്കുന്നത്. ഡാ നീ, അത് നമ്മുടെ യങ്ങസ്റ്റ് ആണ്. അവനിപ്പോഴും ജീവനോടെ ഉണ്ടല്ലേ? കണ്ടിട്ട് അങ്ങനെയാണ്. പക്ഷെ അവനെ കണ്ടിട്ടില്ലത്ര നല്ലതല്ലല്ലോ. എന്തോ ഭാഗ്യമുണ്ട്, ആ ഒരു എനർജി ഡീവിയേഷനോ അങ്ങനെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അല്ല, കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ? എത്ര, 4 ദിവസമോ? നീ കുള്ളി കളിക്കല്ലേ? നീ ഇപ്പൊ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണല്ലോ. ശബ്ദിക്കല്ലേ? നീ അത് ഇതിനു മുമ്പ് പഠിച്ചിരുന്നോ? നീ എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഓ, മണ്ടത്തരം പറയല്ലേ, നീ അതിനെപ്പറ്റി പഠിച്ചിരുന്നോന്ന്. ഇവൻ ശരിക്കും ഒരു മണ്ടനാണോ? അല്ല, എന്തു പറ്റി? നിനക്ക് എന്റെ സ്ഥിതി കണ്ടിട്ട് എന്തു പറ്റിയെന്ന് മനസ്സിലാകുന്നില്ലേ? ഓ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാ ഞാൻ പഠിച്ചിരുന്നു കേട്ടോ. അല്ല, നീ പഠിച്ചിട്ട് നിനക്കൊരു കുഴപ്പമില്ലേ? അതിനർത്ഥം ഇവനെക്കാട്ടും കീഴിലാണോ എന്റെ മാർഷൽ ആർട്സിന്റെ അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത്? നാശം, ഞാൻ എന്തൊരു പൊട്ടനാണ്. ഈ ടൈമിൽ ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ബ്ലൂ സ്പിരിറ്റ് നിൽക്കാൻ നടത്താണ് പെട്ടെന്ന് അവൾ ഞെട്ടിയത്. ആരോ ഇവിടേക്ക് വരുന്നു. എന്തായാലും അവന് നല്ല ധൈര്യമുണ്ട്. എന്റെ ഈ ടെറിട്ടറി അവൻ കണ്ടിട്ട് പോലും അകത്തേക്ക് കയറിയെന്നുണ്ടെങ്കിൽ അവൻ കുറച്ച് അഹങ്കാരിയാണ്. അപ്പോ ഫീനിക്സ് പാവിനിലെ ആൾക്കാരാണെന്ന് തോന്നുന്നു. ഞാനിപ്പോ വരാന്ന് പറഞ്ഞ് അവൾ നേരെ പോവുകയും ചെയ്യും. ഈ സമയത്ത് ജി അങ്ങ് ചിരിക്കുന്നുണ്ട്. അല്ല, നീ എന്തിനാണ് ചിരിക്കുന്നത്? ഒന്നുമില്ല. മര്യാദക്ക് പറ, നീ അത് പഠിച്ചോ? ആ, പഠിക്കാൻ നോക്കി. അല്ല, പക്ഷെ നിന്റെ ക്ലോത്ത്സ്? അത് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് അവർ നേരെ മുന്നിലേക്ക് നടന്നു. പിന്നെ കാണിക്കുന്നത് ആ ഒരു സ്ഥലമാണ്. അവർ രണ്ടുപേരും അവിടേക്ക് ചെന്നപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും റെഡിയായിട്ട് നിപ്പുണ്ടായിരുന്നു. ഈ സമയത്ത് സെക്കൻഡ് സൺ പറയും ചെയ്യും, അല്ല, ഇവന്മാരെന്താണ് ഒരുമിച്ച് ചെയ്യുന്നത്? എൻ്റെ മോനെ ഒന്ന് അടങ്ങിയിരിക്കടാ, നിന്റെ മുഖം ഒന്ന് തൂത്ത് വൃത്തിയാക്കിക്കേ. ഒന്നാമത് നിന്നെ നാറിട്ടുമല്ല ഈ ഒരു ആൽക്കഹോൾ കാരണം വല്ല കാര്യം ഇന്ന് അടിച്ചു കയറ്റേണ്ടത്. ഈ വിട്ടി മൂത്ത മകനാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? കോലം നോക്കിക്കേ. പക്ഷേ ഇതെന്തായാലും എനിക്കൊരു ബെറ്റർ ചാൻസ് തന്നെയാണ്. ആ സമയത്ത് അവൾ പറയും ചെയ്യും, ഇപ്പം എന്തായാലും അദ്ദേഹം ഇവിടേക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ, അതും എഴുന്നേറ്റപ്പോൾ തന്നെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അതൊറ്റ റീസൺ കൊണ്ട് മാത്രം, അത് അദ്ദേഹത്തിന്റെ സക്സസറിനെ അനൗൺസ് ചെയ്യാനായിട്ടാണ്. പിന്നെ പറയുന്നത് നമ്മുടെ യങ്ങസ്റ്റ് ആണ്. അല്ല, ഇവർക്കാർക്കും തന്നെ സീക്രട്ടുള്ള മാനുവൽ കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് കിട്ടിയ സ്ഥിതിക്ക് ചിലപ്പോൾ എനിക്ക് സക്സസർ ആകാൻ പറ്റിയേക്കും. എന്നാൽ ജിയോങ്ങിനെ മനസ്സിലൂടെ ഓടിയത് മറ്റു കുറച്ച് കാര്യങ്ങളാണ്. എല്ലാവരും പറഞ്ഞത് വെച്ച് മാൻഡർ മാസ്റ്ററാണ് ഈ ഒരു സ്ഥലത്തിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയുള്ള ബീങ്. സത്യം പറഞ്ഞാൽ അദ്ദേഹം ഇത്ര നാൾ കിടപ്പിലായതുകൊണ്ട് എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ഇപ്പോൾ എനിക്ക് ആ സ്ട്രോങ് ഉള്ള എനർജി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. മാൻഡർ മാസ്റ്റർ, യങ് മാസ്റ്റേഴ്സ് എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എങ്കിൽ അകത്തേക്ക് കടന്നു വരൂ. പിന്നെ കാണിക്കുന്നത് അവർ 4 പേരും, അതായത് ആദ്യം യങ്ങസ്റ്റും തേടും, പിന്നെ സെക്കൻഡ് ഫസ്റ്റും കൂടെ എല്ലാവരും കൂടെ ഗ്രീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ മനുഷ്യനാണ് ഗ്രീറ്റിംഗ്സ് ഫാദർ, മാനർ മോസ്റ്ററായിട്ടുള്ള മോക്ക് ഇൻഡാൻ. നിങ്ങൾ കണ്ടതിൽ സന്തോഷം. എന്നിട്ട് പുള്ളിക്കാരനെ നമുക്ക് കാണാനും സാധിക്കും. ഈ സമയത്ത് അവർക്ക് ആർക്കും തന്നെ ഒന്ന് പറയാനോ ഒന്നും തന്നെ പറ്റുന്നില്ല. ഇതെല്ലാം തന്നെ ജിയോങ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് യങ്ങസ്റ്റ് മാത്രമല്ല, സെക്കൻഡിന്റെ ഫസ്റ്റിന്റെ കാര്യം അതൊക്കെ തന്നെയാണ്. എനിക്കിപ്പോഴാണ് മനസ്സിലായത് എന്തുകൊണ്ടാണ് അവർ ഈ മാനർ മാസ്റ്റർ ആകാൻ വേണ്ടി ഇത്രയധികം ടെൻഷൻ അടിച്ചിട്ടിരുന്നത്. കാര്യം ഇത് ആ പൊസിഷന്റെ ഗുണം കൊണ്ട് മാത്രമല്ല, അതിലുപരി ഇവർക്ക് എല്ലാവർക്കും തന്നെ അദ്ദേഹത്തിന് നല്ല പേടിയാണ്. പക്ഷേ ഇത് ശരിക്കും സർപ്രൈസിങ് ആണ്. ഇത്രത്തോളം മർഡറസ് ആയുള്ള എനർജി ഇവിടെ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് ഒരു ഭാവമാറ്റം പോലുമില്ല. എന്തായാലും ഈ മനുഷ്യനാണ് മാനർ മാസ്റ്ററുള്ള മോക്ക് ഇൻഡാൻ. എന്നാൽ ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ആരിൽ നിന്ന് എന്തുകൊണ്ടാണ് ഈ ഒരു ഡാർക്കുള്ള എനർജി വരുന്നതെന്നായിരിക്കും. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആ ഒരു കൺട്രിയാണ്. അതിന്റെ പുറത്ത് ഒരു സ്ഥലം, അതായിരുന്നു നമ്മുടെ മോക്ക് സോട്ട് മാൻഡറിന്റെ ഔട്ടർ ഹാൾ മാർഷൽ ആർട്ടിസ്റ്റ് റെസിഡൻസ്. അവിടെയാട്ടെ ഒരു തന്നെ ഒരു കമ്പ് ഒടിക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ നിനക്കിനി എന്താണ് പറയാനുള്ളത്? പിന്നെ കാണിക്കുന്നത് കുറേയധികം മോക്സോയിലെ ആൾക്കാർ മരിച്ച് കിടക്കുന്നതാണ്. എന്തായാലും മാനർ മാസ്റ്ററുള്ള മോക്കിണ്ടാൻ ആ ഒരു മർഡേഴ്സുള്ള എനർജിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതെങ്ങനെയാണ് പോസിബിൾ ആയത്? ഈ സമയത്ത് ഒരു തന്നെ ബോധം തിരിച്ചു കിട്ടി. ഞാൻ കുറച്ചു മുമ്പ് ഗുഡിയോന്റെ ശബ്ദം കേട്ടിരുന്നു. എന്ത് ഗുഡിയോ? അതെ, അത് ലൂവിൻ മൗണ്ടനിലെ ഒരു കിമി മൊറിയോ ആണ്. അത് കൊള്ളാം. അപ്പോൾ ഒരു മന്ത്രവാദി നമ്മുടെ കാര്യത്തിലേക്ക് ഇടപെട്ടിരിക്കുന്നു.
എന്തായാലും ആ മന്ത്രവാദിയായിരിക്കും അവനെ രക്ഷിച്ചിട്ടുള്ളത്. ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ഇതെന്തായാലും സിമ്പിളായി. എന്തായാലും ഇനി നമുക്ക് കുറച്ച് വർക്ക് എടുക്കാനില്ലേ, ബാ പോയേക്കാന്ന് പറഞ്ഞ് മുമ്പിലേക്ക് പോയപ്പോൾ ആ ഒരു സോൾജിയർ കൊടുത്ത് അവൻ രക്ഷപ്പെട്ടെന്ന്. പക്ഷെ പെട്ടെന്നാണ് അവൻ പറഞ്ഞത്, എന്തേ നിനക്ക് റെസ്റ്റ് എടുത്ത് മതിയായോ? നോശം എന്നെ കണ്ടെത്തിയെന്ന് ചോദിക്കുന്നതിന് മുമ്പ് അവന്റെ ശരീരം തന്നെ അതേ മുറിച്ചങ്ങട്ട് മാറ്റി. പിന്നെ കണ്ണ് അവന്റെ തല തെറിച്ച് നേരെ പുറത്തേക്ക് വരുന്നതാണ്. അവന്റെ സോറെടുത്ത് അവൻ നേരെ മുന്നിലേക്ക് നയിച്ചു. ഈ സമയത്ത് ഇരുട്ടിൽ ഒത്തിരിയധികം കണ്ണുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാരും മുന്നിലേക്ക് പോ. പിന്നെ കാണുന്നത് അവന്റെ ഒരു കമാൻഡും കേട്ടുണ്ട് ഒത്തിരിയധികം പേര് നട ആ ഒരു മോക്സോട്ട് മാനറിലേക്ക് ചെല്ലുന്നതാണ്. ഇതേ സമയം അവർ 4 പേരും കൂടെ അവിടെ നിൽക്കുകയാണ്. അപ്പൊ ശരി, ഞാൻ എന്തിനാണ് നിങ്ങളിവിടെ വിളിപ്പിച്ചതെന്ന് അറിയാമോ? ആരും തന്നെ ഒന്നും പറയുന്നില്ല. പെട്ടെന്ന് ജിയോങ് പറയും ചെയ്യും, താങ്കൾ സക്സസറിനെ ഡിസൈഡ് ചെയ്യാനായിട്ടല്ലേ? അതാട്ടെ അവനെ ഒന്ന് ഞെട്ടിച്ചു കളഞ്ഞു. യങ്ങസ്റ്റ് മനസ്സിൽ പറയും ചെയ്യും, നാശം ഇവനെന്താ മന്ദബുദ്ധിയായോ? എന്നാൽ ഇതേ സമയം മോക്കിടൻ മനസ്സിൽ പറഞ്ഞത്, അല്ല ഇവൻ ശരിക്കും ചേഞ്ചായി. അപ്പോ ഇന്നർ ഹാൾ മാസ്റ്റർ പറഞ്ഞത് ശരിയായിരുന്നോ? എന്ത്, ആ പയ്യനാണോ എന്നെ രക്ഷിച്ചത്? അതെ, ആ പൊസസ് ചെയ്യപ്പെട്ട മന്ത്രവാദി താങ്കളെ ഉപദ്രവിക്കേണ്ടതായിരുന്നു. സത്യം പറഞ്ഞാൽ അതൊന്നെങ്കിൽ ഒരു കോയിൻസിഡൻസ്, അല്ലെങ്കിൽ അതൊരു കള്ളമായിരിക്കും എന്നാണ് വിചാരിച്ചത്. കാര്യം ഇവൻ ഇതിനു മുമ്പ് ഇങ്ങനെയല്ലായിരുന്നു. പക്ഷേ അവനിപ്പോൾ അവൻ്റെ തല ഉയർത്തി പിടിച്ചിരിക്കുന്നു. അതിലുപരി അവൻ ഒട്ടും തന്നെ നെർവസ് അല്ല. ഇവൻ എന്ത് സംഭവിച്ചു കാണും? എന്തായാലും ഞാൻ തന്നെ ഒന്ന് ചെക്ക് ചെയ്യണം. അതെ, ഞാനിവിടെ നിങ്ങളെ വിളിച്ചത് നിങ്ങളെല്ലാവരും ടെസ്റ്റ് ചെയ്യാനായിട്ടാണ്. ആ ടെസ്റ്റ് കൊണ്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ. പെട്ടെന്ന് അവൻ കൈപൊക്കിയിട്ട് പറയും ചെയ്യും, എന്നോട് ക്ഷമിക്കണം, ഈ ടെസ്റ്റിൽ നിന്ന് എന്നെ മാറ്റി നിർത്തണം. അത് അവരെല്ലാവരും ഒരേപോലെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അല്ല നിനക്കപ്പോൾ ടെസ്റ്റ് വേണ്ടേ? വേണ്ട, ഇത് ശരിക്കും പെർഫെക്റ്റ് ആയി. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും. കാര്യം എന്താണ്? കാര്യം ഞാൻ ഒട്ടും തന്നെ നല്ലതല്ല. നീ എന്താണ് അങ്ങനെ പറഞ്ഞത്? അല്ല അദ്ദേഹം ശരിക്കും സീരിയസ് ആകുവാണല്ലോ. കാര്യം ഞാൻ ക്വാളിഫൈഡ് അല്ലാത്തതുകൊണ്ട്. എന്ത്? ഞാൻ പല കാര്യങ്ങളിലും പിന്നോട്ട് തന്നെയാണ്. എൻ്റെ ഓൾഡർ ബ്രദറിനെ വെച്ച് കമ്പയർ ചെയ്യുന്നിടത്തും ഈവൻ എൻ്റെ സൈഡിൽ നിൽക്കുന്ന യങ്ങർ ബ്രദറിനെ വെച്ച് കമ്പയർ ചെയ്യുന്നിടത്തും ഞാൻ ശരിക്കും പിന്നിലാണ്. അതിലുപരി എന്നെക്കാട്ടും സ്കിൽഫുള്ള ആർക്കെങ്കിലും കൊടുക്കുന്നതല്ലേ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് ഞാൻ താങ്കളിൽ വിശ്വസിക്കുകയാണ്. എനിക്കുറപ്പാണ് ഞാൻ ഒട്ടും തന്നെ ക്വാളിഫൈഡ് അല്ലെന്ന്. അതുകൊണ്ട് തന്നെ മാനർ മാസ്റ്റർ ആകാനുള്ള പൊസിഷനിൽ നിന്ന് ഞാൻ ഗീവ് അപ്പ് ചെയ്യുകയാണ്. കുറച്ചു നേരത്തേക്ക് അവിടെ ഒന്നും സംഭവിച്ചില്ല. പെട്ടെന്ന് അവൻ ഞെട്ടി. കാര്യം മോക്കിടാനായിട്ട് പൊട്ടി ചിരിക്കുകയായിരുന്നു. എനിക്ക് മനസ്സിലായി, അവൻ ശരിക്കും മാറിയിരിക്കുന്നു. അവന് അരഗ്രൻസ് ഇല്ല, ആ ഒരു ഗ്രീഡില്ല. അതിലുപരി അവനിപ്പോൾ പറയുന്നത് ഒരു തരത്തില നെഗറ്റീവ് ഇൻറ്റൻഷൻസ് ഇല്ലാതെയാണ്. ഇവൻ ശരിക്കും അരഗൻ്റായിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ ഇവനെ ഇങ്ങനെ മാറ്റണമെന്നുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ മക്കൾ വലുതാകുന്ന കാണുന്നിടത്ത് അത് വളരെ വലിയ ഒരു കാര്യം തന്നെയാണ്. അതിലുപരി നീ ശരിക്കും ക്വാളിഫൈഡ് ആണ്. നിനക്ക് വ്യക്തമായൊരു കാര്യം പറയാൻ പറ്റുമോ എന്തുകൊണ്ടാണ് നീ ക്വാളിഫൈഡ് അല്ലെന്ന്? അത് കേട്ടപ്പോൾ അവരെല്ലാവരും ഒരേപോലെ ഞെട്ടി. ശരിയാണ്, ഞാൻ നിന്റെ ഉത്തരം കേട്ടു. പക്ഷേ ഞാൻ നിങ്ങളോടേക്ക് വിളിപ്പിച്ചത് മറ്റൊരു കാര്യം പറയാനായിട്ടാണ്. കുറച്ച് ദിവസത്തിന് മുമ്പ് എന്നെ കുറച്ച് പേർ ആംബുഷ് ചെയ്തു. അതിലുപരി എൻ്റെ കൈയും എനിക്ക് നഷ്ടപ്പെട്ടു. അതിലുപരി എന്നെ രക്ഷിച്ച ഒരാൾ ഇവിടെ സക്സസർ ആകാൻ കംപ്ലീറ്റ്ലി ക്വാളിഫൈഡ് അല്ലേ? നാശം, ഇതൊട്ടും തന്നെ നല്ലതല്ലല്ലോ. ഞാൻ കേട്ടിരുന്നു അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായത്. പക്ഷേ അത് സീരിയസ് ആയിട്ടായിരുന്നല്ലേ? എന്നാൽ അവനൊന്നും തന്നെ മിണ്ടുന്നില്ല. കാര്യം ആ സമയത്ത് അവൻ ശ്രദ്ധിച്ചത് മോക്കിടാൻ്റെ വയറ്റിൻ്റെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പാടാണ്. പിന്നെ അവൻ കാണുന്നത് കത്തിയാൻ വരുന്ന ആ ഒരു തീയാണ്. കാര്യം അവൻ്റെ കൺമുമ്പിൽ അവൻ്റെ അപ്പൂപ്പൻ മരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് അവന് ഓർമ്മയായിട്ട് വന്നത്. കുറച്ചു നേരം അവൻ്റെ അപ്പൂപ്പനെ നോക്കിക്കൊണ്ട് അവൻ നിന്നു. അത് സെയിം തന്നെയാണ്. ആ ഒരു പാട്, എൻ്റെ കയ്യിലുണ്ടായിരുന്ന പാട്, എൻ്റെ അപ്പൂപ്പൻ്റെ നെഞ്ചത്തുണ്ടായിരുന്ന ആ ഒരു പാട്. അതിനുശേഷമാണ് അദ്ദേഹം മരിച്ചു പോയത്. അതെല്ലാം സെയിം തന്നെയാണ്. ഈവൻ അവൻ എന്നെ അറ്റാക്ക് ചെയ്തതിനു ശേഷം എൻ്റെ നെഞ്ചത്തും എൻ്റെ വയറ്റിലും ആ ഒരു പാടുണ്ട്. ആ മാർക്കെല്ലാം തന്നെ സെയിം തന്നെയാണ്. ഞാൻ ഞാൻ അവസാനം നിന്നെ കണ്ടെത്തിയിരിക്കുന്നു. അതും പറഞ്ഞുകൊണ്ട് ജിയോങ്ങിൻ്റെ ആ ഒരു യഥാർത്ഥ നേച്ചർ പുറത്ത് വന്നുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.